ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ അത് പുരോഗമിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥ ആയതിനാൽ തെരച്ചിൽ ഏതു സമയത്തും നിർത്തിവെക്കാൻ സാധ്യതയുണ്ട്. ഉത്തര കന്നഡ ജില്ലയിൽ ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അടയാളപ്പെടുത്തിയ CP4 കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തെരച്ചിൽ. ഒപ്പം മുങ്ങൽ വിദഗ്ധരുടെ സേവനവുമുണ്ട്. ഗംഗാവലി പുഴയിൽ 3ാം ഘട്ട ദൗത്യം തുടങ്ങിയതിനു ശേഷം ഇതുവരെ അർജുന്റെ ലോറിയുടെ കാര്യമായ ഭാഗങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നതാണ് ആശങ്ക. അർജുനും ലോറിക്കും വേണ്ടിയുള്ള 5ാം നാളിലെ തിരച്ചിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. വലിയ കാലാവസ്ഥ, അതായത് ശക്തമായ മഴയുണ്ടായാൽ തിരച്ചിൽ നിർത്തേണ്ട സാഹചര്യമുണ്ട്. അത് 1-2 ദിവസത്തേക്ക് ഈ മഴ മാറുന്നതുവരെ ആയിരിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് കാലാവസ്ഥ ഇത്തരത്തിൽ പ്രതികൂലമായും അതുപോലെ തന്നെ ഗംഗാവലി പുഴയിൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തിരച്ചിൽ പൂർണ്ണമായും എന്നേക്കുമായി നിർത്തിവെച്ചേക്കാം. എന്തായാലും 10 ദിവസത്തെ കരാറുണ്ട്. അർജുനും ലോറിയും ലഭിക്കുന്നതുവരെ തിരച്ചിൽ തുടരുമെന്നാണ് കാർവാർ MLA ഉറപ്പു നൽകിയത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ മഴ മുന്നറിയിപ്പ് അത് ഏതായാലും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ അടിയൊഴുക്ക് കൂടുകയാണെങ്കിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ പറ്റില്ല. ഇപ്പോൾ പ്രധാനമായും 2 തരത്തിലാണ് തെരച്ചിൽ നടത്തുന്നത്. ഒരു ഭാഗത്ത് ഡ്രഡ്ജിംഗ് ഉപയോഗിച്ച് ഇത്തരത്തിൽ മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ ഇതേ കമ്പനിയുടെ തന്നെ മുങ്ങൽ വിദഗ്ധന്മാർ ആഴങ്ങളിലെത്തി ഏതെങ്കിലും തരത്തിൽ വസ്തുക്കൾ ലഭിക്കുന്നുണ്ടോ, ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തുന്നുണ്ടോ എന്ന ഒരു തെരച്ചിൽ നടത്തുന്നത്. ഏതായാലും കാലാവസ്ഥ മുന്നറിയിപ്പ് വളരെ പ്രതികൂലമാണ്. തിരച്ചിൽ ഇനി എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്ന ഒരു ആശങ്കയുണ്ട്. അത് കുടുംബവും അത് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അവരും മാനസികമായി അത് പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് അവസാനഘട്ട തെരച്ചിൽ തന്നെയാണ്. ജില്ലാ ഭരണകൂടം അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്തായാലും ആ കാലാവസ്ഥ പരമാവധി അനുകൂലമാവുന്നത് പ്രയോജനപ്പെടുത്തി തെരച്ചിൽ നടത്തുക. CP4-ൽ നടത്തുന്ന ഇന്നത്തെ തെരച്ചിൽ നിർണായകമാണ്. ആയാലും ഈ തെരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഡ്രഡ്ജിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള മണ്ണ് CP4-ലുള്ള ഇത്തരത്തിലുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഒപ്പം മുങ്ങൽ വിദഗ്ധന്മാരുടെ ആഴങ്ങളിലെത്തിയുള്ള തെരച്ചിലും നടക്കുന്നുണ്ട്. അവരുടെ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് അടിത്തട്ടിൽ ഏതെങ്കിലും തരത്തിൽ വസ്തുക്കളുണ്ടോ എന്ന് അവർ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വളരെ പ്രതീക്ഷയുണ്ട്. അവസാന ഘട്ടത്തിലേക്ക് ഈ ഷിരൂർ ദൗത്യം നീങ്ങുന്നു എന്ന് വേണം പറയാൻ. ഏത് സമയത്തും മഴ ശക്തമായി വന്നാൽ, കാറ്റ് ശക്തമായി ഉണ്ടായാൽ ഈ ദൗത്യം നിർത്തിവെച്ചേക്കും. ഡ്രഡ്ജിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായേക്കും. ആ സമയം എത്തുന്നതിന് മുമ്പ് പരമാവധി തെരച്ചിൽ നടത്താൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന ഭാഗങ്ങളിൽ വലിയ മരങ്ങളും ആ ടവറിൻ്റെയൊക്കെ ഭാഗങ്ങളാണ് കിട്ടുന്നത്. ഏതായാലും ഇതുവരെ അർജുന്റെ ലോറിയുടെ കാര്യമായ ഭാഗങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ നേരത്തെ ഇവിടെ അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളാണ് ഇതുവരെയായും തെരച്ചിലിൽ ലഭിച്ചത്. ആദ്യം അതിന്റെ 2 ടയറുകൾ ലഭിച്ചു. പിന്നീട് മറ്റൊരു സ്ഥലത്ത് നേവി അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നിന്നും 4 ടയറുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. സ്റ്റിയറിംഗ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലഭിക്കുകയുണ്ടായി. അത്തരത്തിൽ ആ വാഹനത്തിന്റെ ടാങ്കർ ലോറിയുടെ വാഹനത്തിന്റെ വലിയ തോതിൽ കേടുപാട് സംഭവിച്ച രീതിയിൽ ഛിന്ന ഭിന്നമായ രീതിയിൽ പല ഭാഗങ്ങളിൽ നിന്നും ആ ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളാണ് കിട്ടുന്നത്. ഏതായാലും മഴ ഒരു തടസ്സം തന്നെയാണ്. വലിയ ശക്തമായ മഴ ഉണ്ടായാൽ തിരച്ചിൽ ആ സമയം തന്നെ നിർത്തിവെക്കും. പക്ഷേ താൽക്കാലികമായാണ് തിരച്ചിൽ നിർത്തിവെക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അത് എത്ര ദിവസം ഈ മഴ തുടരുന്നു എന്ന് എന്തായാലും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ് ഗംഗാവലി പുഴയിൽ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉത്തര കന്നഡ ജില്ലയിൽ ഏതെങ്കിലും ഭാഗത്ത് മഴയുണ്ടായാൽ വലിയ തോതിൽ വെള്ളം ഉയരുകയും അടിയൊഴുക്ക് ശക്തമാകുന്നതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആശങ്കയുണ്ട്. ഇനി ദൗത്യം അതിന്റെ അവസാന ദിവസത്തിലേക്ക് കടക്കുന്നു. ഏത് സമയത്തും ദൗത്യം പൂർണ്ണമായും അവസാനിപ്പിച്ചേക്കാം. എന്തായാലും പരമാവധി തെരച്ചിൽ നടത്തുക. ഏതെങ്കിലും തരത്തിൽ അർജുന്റെ ലോറി കണ്ടെത്താൻ കഴിയുമോ എന്ന് തെരച്ചിൽ നടത്തുക. ഒപ്പം ജഗന്നാഥിന്റെയും ലോകേഷിന്റെയും എന്തെങ്കിലും ശരീരാവശിഷ്ടങ്ങളോ ഭാഗങ്ങളോ കണ്ടെത്തുക. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ രീതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഗംഗാവലി പുഴയിൽ നടക്കുന്നത്. ഏതായാലും ഷിരൂരിൽ കാലാവസ്ഥ വളരെ മോശമായി തന്നെ വരികയാണ്. ഇന്നലത്തേതിന് സമാനമാണ് രാവിലത്തെ എങ്കിൽ പിന്നീട് ഇനി ഏത് രീതിയിലാണ് കാലാവസ്ഥ അനുസരിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിൽ നടക്കുക. റൈറ്റ്. KV ബൈജു ആണ് ഷിരൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.